നമസ്കാരം. വായനാ ദിനത്തിൽ പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. ആദരണീയരായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹപാഠികളെ, അക്ഷരങ്ങൾ മരിക്കാത്തിടത്തോളം മനുഷ്യ സംസ്കാരം മരിക്കില്ല. ഒരു പുസ്തകത്തിന്റെ ആദ്യ താൾ തുറക്കുന്ന നിമിഷം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അതിരുകൾ കടന്ന് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ അവൻ ഒരേ സമയം യാത്രക്കാരനും സ്വപ്നാടകനും ചിന്തകനുമായി മാറുന്നു. വായന എന്നത് അക്ഷരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര മാത്രമല്ല, മനുഷ്യാനുഭവങ്ങളുടെ നദിയിലൂടെ ആത്മാവിനെ ഒഴുക്കുന്ന യാത്രയാണ്. കാലം മണ്ണിൽ മറച്ചുപോയ മഹാരഥന്മാരെക്കാൾ ദീർഘായുസുള്ളത് എഴുതപ്പെട്ട മഹത്തായ വരികൾ കാണാൻ. യുദ്ധങ്ങൾ തകർത്ത സാമ്രാജ്യങ്ങളെക്കാൾ ശക്തമായത് ഒരു പുസ്തകത്തിലെ ചിന്തകളാണ്. വാളുകൾക്ക് കീഴടക്കാനാകാത്ത ഹൃദയങ്ങളെ പോലും അക്ഷരങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. അതിനാലാണ് ലോകത്തിലെ എല്ലാ മഹത്തായ വിപ്ലവങ്ങൾക്കും പിന്നിൽ ഒരു പുസ്തകത്തിന്റെ നിശബ്ദ ശക്തി നിലകൊണ്ടത്. ഒരു സമൂഹം ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വഴികാട്ടുന്നത് ഗ്രന്ഥങ്ങളാണ്. ഒരു കുഞ്ഞ് ആദ്യമായി അക്ഷരങ്ങളെ സ്പർശിക്കുമ്പോൾ അവൻ ഭാഷ മാത്രം പഠിക്കുകയല്ല, ലോകത്തെ മനസ്സിലാക്കാനുള്ള വെളിച്ചമാണ് കൈവരിക്കുന്നത്. തീയുടെ കണ്ടുപിടുത്തം പോലെ മനുഷ്യന്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ച മറ്റൊരു മഹത്തായ കണ്ടെത്തലാണ് പുസ്തകം. കാരണം അക്ഷരങ്ങൾ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു. കാലത്തിന്റെ കാറ്റിൽ മാഞ്ഞു പോകാതെ മനുഷ്യരുടെ സ്വപ്നങ്ങളും വേദനകളും ചിന്തകളും തലമുറകളിലേക്ക് കൈമാറിയ നിശബ്ദ ദൂതന്മാരാണ് പുസ്തകങ്ങൾ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിച്ച ചിന്ത 1000 വർഷങ്ങൾക്കിപ്പുറവും മറ്റൊരാളുടെ മനസ്സിൽ പ്രകാശമാകുന്നത് വായന എന്ന അത്ഭുതത്തിലൂടെയാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ വെറും താളുകളല്ല തുറക്കുന്നത്, പുതിയ ലോകങ്ങളാണ്. ബഷീറിന്റെ വരികളിലൂടെ നാം മനുഷ്യ സ്നേഹത്തിന്റെ ലാളിത്യം അനുഭവിക്കുന്നു. MDയുടെ കഥാപാത്രങ്ങളിലൂടെ ബന്ധങ്ങളുടെ നിശബ്ദ വേദനകളെ നാം കേൾക്കുന്നു. ONVയുടെ കവിതകളിലൂടെ മഴയുടെ സംഗീതം മനസ്സിൽ പെയ്യുന്നു. കുമാരനാശാന്റെ ചിന്തകളിലൂടെ സമൂഹത്തെ പഠിക്കുന്നു. ടാഗോറും ഷേക്സ്പിയറും വിക്ടർ ഹ്യൂഗോയും പൗലോ കൊയ്ലോയും ഒക്കെ നമ്മുടെ ചിന്തകളുടെ അതിരുകളെ വികസിപ്പിക്കുന്നു. അത്തരത്തിൽ വായന വെറുമൊരു ശീലമല്ല, ഒരു സംസ്കാരമാണ്, ഒരു ആത്മാന്വേഷണമാണ്, ഒരു സമൂഹത്തെ പ്രകാശിപ്പിക്കുന്ന നിശബ്ദ വിപ്ലവമാണ്. ഇന്ന് നാം വായനാ ദിനം ആചരിക്കുമ്പോൾ ഒരു ദിനാചരണം മാത്രമല്ല, മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കുന്ന ആ മഹത്തായ സംസ്കാരത്തെ നമ്മൾ ആദരിക്കുകയാണ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. 1996 മുതലാണ് കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. വായിച്ചു വളരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച PN പണിക്കരെ സ്മരിക്കാനും അദ്ദേഹം തുടങ്ങിവെച്ച കർമ്മ പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തന ശൃംഖല വ്യാപകമാക്കാനും വായന ഒരു ശീലമാക്കാനും ലക്ഷ്യമിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഒത്തിരിയധികം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജീവിത തിരക്കുകൾ വായനയെ വല്ലാതെ കുറച്ചിട്ടുണ്ട്. കൈകളിൽ പുസ്തകങ്ങൾക്ക് പകരം മൊബൈൽ ഫോണുകൾ നിറയുന്നു, സ്ക്രീനുകൾ പ്രകാശിക്കുന്നു. പക്ഷേ മനസ്സുകൾ പലപ്പോഴും ഇരുണ്ടു പോകുന്നുണ്ട്. വായനയ്ക്ക് പല വകഭേദങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഓൺലൈൻ വായനാ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് സുലഭമാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ തെളിയുന്ന അക്ഷരങ്ങളിൽ കൂടിയും പുസ്തകങ്ങളുടെ ഓർമ്മ പുതുക്കുന്നത് കാലത്തിന്റെ അനിവാര്യതയായിരിക്കാം. വായനയ്ക്ക് പുതിയ മുഖങ്ങൾ വരികയും പുസ്തകങ്ങൾക്ക് പകരക്കാരുണ്ടാവുകയും ചെയ്തുവെങ്കിലും വായനയ്ക്കോ വായനാ ദിനത്തിനോ പ്രാധാന്യം കുറയുന്നില്ല. ലോക ക്ലാസിക്കുകൾക്ക് ഇന്റർനെറ്റ് രൂപങ്ങൾ വരുമ്പോഴും കൃതികൾ ഇന്റർനെറ്റിലൂടെ പ്രസിദ്ധീകരിക്കുമ്പോഴും പുസ്തകങ്ങളിലേക്കൊരു മടക്കയാത്ര പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഗുണങ്ങളും ഏറെയാണ്. തീർച്ചയായും വായന തുടരേണ്ടതുണ്ട്. ഒരു നല്ല പുസ്തകം ഒരിക്കലും നമ്മെ ഒറ്റപ്പെടുത്തില്ല. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും ഒരു പുസ്തകം നമുക്ക് വിളക്കായി മാറും. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ
നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. കാരണം മനുഷ്യർ പലപ്പോഴും നമ്മെ വിട്ടുപോകും, പക്ഷേ പുസ്തകങ്ങൾ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. ഇന്ന് കുട്ടികൾക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനവും വായനയുടെ ശീലമാണ്. വീട്ടിൽ പുസ്തകങ്ങളുടെ സുഗന്ധമുണ്ടെങ്കിൽ അവിടെ ചിന്തകൾ മരിക്കില്ല. വായന പരീക്ഷയ്ക്ക് മാർക്ക് നേടാനുള്ള ഉപാധി മാത്രമായി മാറരുത്. ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ഒരു അനുഭവമായി അത് വളരണം. ദിവസവും കുറച്ചു സമയം നമുക്ക് വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാം. കവിതകൾ വായിക്കാം, കഥകൾ വായിക്കാം, ചരിത്രം വായിക്കാം, യാത്രാനുഭവങ്ങൾ വായിക്കാം. കാരണം ഓരോ പുസ്തകവും ഒരു പുതിയ മനുഷ്യനെ നമ്മിൽ സൃഷ്ടിക്കുന്നു. പുസ്തകങ്ങൾ വെളിച്ചമാണ്, അറിവിന്റെ പുതിയ ലോകത്തിലേക്ക് വഴികാട്ടുന്നവ. അക്ഷരങ്ങളുടെ വസന്തം മനസ്സിൽ വിരിയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വായനാ ദിനാശംസകൾ. നന്ദി.